ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് സന്തോഷമുണ്ട്, ഒരു നമസ്കാരമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത്, യൂട്യൂബിലെ ഒരു ചാനലിനിൽ നമ്മുടെ അങ്കോലയിൽ മരിച്ച അർജുനൻ്റെ കുടുംബത്തിൽ ആരൊക്കെയോ പറഞ്ഞു എന്ന് അവർ കരയണില്ലെന്നോ സങ്കടമില്ലെന്നോ എന്നുദ്ദേശിച്ചിട്ട് ആരും സങ്കടമില്ല എന്ന് വിചാരിക്കരുത്. ഹൃദയം തേങ്ങുന്നത് ആർക്കും കാണാൻ പറ്റില്ല. കണ്ണിൽ കൂടെ വരുന്ന വെള്ളത്തിനെ കാണാനാണ് ജനങ്ങളുള്ളത്. അവരാണ് സ്നേഹം എന്ന് പറയും. പക്ഷേ അതല്ല, കണ്ണിൽ കൂടെ വെള്ളം വന്ന് 4 പേരെ ബോധിപ്പിക്കാൻ കരയുന്നതിലല്ല ഉള്ളത് ആത്മാർത്ഥത. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കുവൈറ്റിലിരുന്ന് രാത്രി മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. എനിക്ക് ഷുഗറുള്ള കാരണം തളർന്നു പോകുമായിരുന്നു ശരീരം. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ സത്യത്തിൽ എനിക്ക് മനസ്സ് വിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കരയുന്നത് ഇപ്പോഴാണ്, എൻ്റെ അമ്മയെ ഓർത്തിട്ട്. അപ്പോൾ എല്ലാവരും ജനങ്ങളെ കാണുമ്പോൾ കരയുന്നതിലല്ല ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ആ വീട്ടുകാരെ കുട്ടി മരിച്ചോ ജീവിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ എന്തിനാ വീട്ടുകാരനെ വേദനിപ്പിക്കാൻ? പ്രസവിച്ച ഒരമ്മ, ആ മോനെ പ്രസവിച്ച ഒരമ്മ ഒരു മകനെയും കാത്ത് ആ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഈ പോകുന്ന ആൾക്കാർക്കും ഈ പറയുന്ന ആൾക്കാർക്കും ചിന്തിക്കാനുണ്ട്. യൂട്യൂബ് ചാനലിലായാലും ഫേസ്ബുക്കിലായാലും റീച്ച് കിട്ടാൻ വേണ്ടി പലതും എഴുതി പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ മോൻ്റെ ശരീരം പോലും ഒരു കണ്ണ് കാണാൻ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, അച്ഛന്, അവരുടെ കൂടപ്പറപ്പുകൾക്ക് സ്വന്തം ഒരു കുഞ്ഞു മോൻ അവന് ഒന്ന് കാണാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് യൂട്യൂബ് ചാനലുകളിൽ വേണ്ടാത്തത് പറഞ്ഞ് ആ കുടുംബത്തിനെ വേദനിപ്പിക്കരുത്. വേദനയിൽ കൂടെ നിങ്ങൾ പുണ്ണിൽ കുത്തുന്ന പോലെ കുത്തരുത് എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. കരഞ്ഞു കാണിച്ച് ലോകത്തെ കാണിക്കുന്നതിലെല്ലാം ആത്മാർത്ഥ സ്നേഹം. അവരിൻ്റെ ഉള്ളിലെ വിഷമം അതെന്താണെന്ന് നമ്മൾക്കാർക്കും പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ യൂട്യൂബ് ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയും പൈസ കിട്ടാൻ വേണ്ടിയും എന്തിനിങ്ങനെ ജനങ്ങളെ വേദനിപ്പിക്കരുത് ആരെയും. അങ്ങനെ കിട്ടുന്ന പൈസയിൽ വലിയ മൂല്യമില്ല എന്ന് കണക്കാക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.